Hello students, welcome to KU FYUGP online. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ മുമ്പത്തെ വീഡിയോസ് കാണാത്തവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ നമുക്ക് തുടങ്ങാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു മീൻ ബൈ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം? Dissolution of a partnership firm implies the complete breakdown and termination of the legal relationship and the partnership agreement among all the partners of the firm. In this process, the business operations are permanently shut down, all assets are sold, liabilities are settled, and the remaining balance is distributed to partners. ഒരു ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം എന്ന് പറയുകയാണെങ്കിൽ ഒരു കംപ്ലീറ്റ് ഷട്ട് ഡൗൺ ആണെന്ന് പറഞ്ഞാൽ എന്നേക്കുമായിട്ട് ആ ബിസിനസ് നിർത്തിപ്പോകുന്ന ഒരു പ്രോസസ്സിനെയാണ് പറയുന്നത് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം എന്ന്. ഇതിൽ ബിസിനസ് ഓപ്പറേഷൻസിനെ അത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. അതിലുള്ള അസറ്റ്സും ലയബിലിറ്റീസും ഒക്കെ വിറ്റും സെറ്റിലും ചെയ്യും. എന്നിട്ട് വല്ല റിമൈനിങ് ബാലൻസ് ഉണ്ടെങ്കിൽ അത് പാർട്ട്നേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ, വാട്ട് ഡു യു മീൻ ബൈ റിയലൈസേഷൻ അക്കൗണ്ട്? A realization account is a nominal account opened at the time of dissolution of a firm to determine the net profit or loss arising from the sale or realization of assets and the discharge of settlement of external liabilities. ഒരു റിയലൈസേഷൻ അക്കൗണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഒരു നോമിനൽ അക്കൗണ്ടാണ്, ഒരു നോമിനൽ നേച്ചറുള്ള ഒരു അക്കൗണ്ടാണ്. ഡിസൊല്യൂഷൻ സമയത്താണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ഫോർ ദ സെയിൽ ഓർ റിയലൈസേഷൻ ഓഫ് അസറ്റ്സ്. ഓക്കെ, അസറ്റ്സ് വിൽക്കാനും പിന്നെ ലയബിലിറ്റീസ് ഉണ്ടെങ്കിൽ അത് സെറ്റിൽ ചെയ്യാനും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു അക്കൗണ്ടിൻ്റെ പേരാണ് റിയലൈസേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു മീൻ ബൈ ഇൻസോൾവൻസി ഓഫ് എ പാർട്ട്ണർ? ഒരു പാർട്ട്ണർ ഇൻസോൾവെൻ്റ് ആവുക എന്ന് പറയുന്നത് അർത്ഥം എന്തുവാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇൻസോൾവൻസി ഓഫ് എ പാർട്ട്ണർ occurs when a partner's personal liabilities exceed their personal assets, rendering them legally unable to pay their debit balance or capital deficiency to the partnership firm. ഓക്കെ, ഒരു പാർട്ട്ണർ സ്വന്തം പേഴ്സണൽ ലയബിലിറ്റീസ് അവരുടെ എല്ലാ പേഴ്സണൽ അസറ്റ്സും കൂടെ ചേർത്തിട്ട് നമുക്ക് ഒരു ലയബിലിറ്റി പേ ഓഫ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ഓക്കെ, ഒരു പാർട്ട്ണറിന് സ്വന്തം ലയബിലിറ്റീസ് പേ ഓഫ് ചെയ്ത് കൊടുക്കാനുള്ള പറ്റാത്തൊരവസ്ഥ. ഓക്കെ, അതിനെയാണ് പറയുന്നത് ഇൻസോൾവൻസി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം എന്ന് പറയുമ്പോൾ, വാട്ട് ഡു യു മീൻ ബൈ piecemeal distribution? Piecemeal distribution is the gradual step-by-step distribution of cash to creditors and partners as and when assets are realized in intervals during the winding up process. Okay, rather than waiting until all assets are completely sold. എല്ലാ അസറ്റ്സും മൊത്തമായിട്ട് വിറ്റ് കൊടുക്കാതെ ഉള്ള ഒരു എന്താ പറയുക ഗ്രാജുവൽ പതുക്കെ എല്ലാ ലയബിലിറ്റീസും പിന്നെ എല്ലാ ക്യാപിറ്റൽ ബാലൻസസും എല്ലാ സംഭവങ്ങളൊക്കെ പേ ഓഫ് ചെയ്ത് പിന്നെ അസറ്റ്സും വിറ്റ് കൊടുക്കുന്ന ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിനെ പറയുന്ന പേരാണ് പീസ്മീൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് ഈസ് പ്രൊപ്പോർഷനേറ്റ് ക്യാപിറ്റൽ മെത്തേഡ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ക്യാഷ്? The proportionate capital method, also known as the surplus capital method, is a system of piecemeal distribution where cash is distributed to the partners whose capital are in excess of their profit sharing ratios. At first, ensuring capital balances are brought down proportionately to profit ratios before general payments are made. ഓക്കെ, എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ബാലൻസസ് ഒക്കെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ബ്രോഡ് ഡൗൺ ചെയ്യുന്ന നമ്മൾ എൻഷുർ ചെയ്യുന്നതും പിന്നെ സാധാരണയുള്ള പേയ്മെൻറ്റ് കൊടുക്കുന്നതിന് മുമ്പേ തന്നെ ബാക്കി എല്ലാ സംഭവങ്ങളും നടന്നു കഴിഞ്ഞു എന്നുള്ളൊരു ഉറപ്പ് വരുത്തുന്ന ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് പ്രൊപ്പോർഷനേറ്റ് ക്യാപിറ്റൽ മെത്തേഡ്. ഓക്കെ, പിന്നെ വാട്ട് ഈസ് ഗാർണർ വേഴ്സസ് മുറേ ഡിസിഷൻ?
ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഇതെല്ലാ എക്സാമിനും 4 മാർക്ക് ചോദ്യമായിട്ടും 3 മാർക്ക് ചോദ്യമായിട്ടും പിന്നെ 1 മാർക്ക് ചോദ്യമായിട്ടും ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചേ പറ്റൂ. ഓക്കെ, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, വാട്ട് ഈസ് ഗാർണർ വേഴ്സസ് മുറേ ഡിസിഷൻ? The Garner vs. Murray landmark rule states that any capital deficiency arising due to the insolvency of a partner must be borne by the solvent partners in the ratio of their capitals standing just before dissolution rather than in their profit sharing ratio. Okay, Garner vs. Murray landmark rule എന്ന് പറയുമ്പോൾ ആരെങ്കിലും ഒരാൾക്ക് ഏതെങ്കിലും ഒരു പാർട്ട്ണറിന് ലയബിലിറ്റി സ്വന്തം പേഴ്സണൽ അസറ്റ്സ് വഴിയോ പിന്നെ ലയബിലിറ്റീസ് അടച്ച് പേ ഓഫ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരികയാണെങ്കിൽ ഒരാൾക്ക്, ഓക്കെ, ഇപ്പോൾ ഒരു 3 പേരുള്ള ഒരു ബിസിനസ്സിൽ ഒരാൾക്ക് അങ്ങനത്തെ ഇൻസോൾവെൻ്റ് ആവുകയാണെങ്കിൽ തന്നെ അയാൾ മൂലം ഉണ്ടാകുന്ന ലോസ് ബാക്കി എല്ലാ പാർട്ട്നേഴ്സും അവരുടെ ക്യാപിറ്റൽ റേഷ്യോ, അവരുടെ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ഉണ്ടാവുമല്ലോ, ആ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ്റെ റേഷ്യോ വഴി ബോൺ ചെയ്യേണ്ടതാണ്. എന്ന് പറഞ്ഞാൽ അവർ സഹിക്കേണ്ടതാണ്. ഓക്കെ, അടുത്തത് ബ്രീഫ് ആൻസർ ക്വസ്റ്റ്യൻസ് 2 മാർക്ക് ഈച്ച്. ഓക്കെ, 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത്. ഓക്കെ, 2 മാർക്ക് ക്വസ്റ്റ്യൻസിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കാൻ പോവാണ്. ഹൗ ഡു യു സെറ്റിൽ ദ അക്കൗണ്ട്സ് ഓൺ ഡിസൊല്യൂഷൻ ഓഫ് എ ഫേം? ഡിസൊല്യൂഷൻ സമയത്ത്, ഒരു ഫേമിൻ്റെ ഡിസൊല്യൂഷൻ സമയത്ത് എങ്ങനെയാണ് നമ്മൾ അക്കൗണ്ട്സ് ഒക്കെ സെറ്റിൽ ചെയ്യാൻ പോകുന്നത് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അക്കോർഡിംഗ് ടു സെക്ഷൻ 48 ഓഫ് ദ ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932, accounts are settled by first applying any profits followed by capital and lastly by contributions from partners to meet losses. ഓക്കെ, ആദ്യം എന്തെങ്കിലുമൊക്കെ ലോസ് മീറ്റ് ചെയ്യണമെങ്കിൽ നമ്മളുടെ ഫേമിന് വല്ല ലോസസ് ഉണ്ടായാൽ ആ ലോസസ് ഒക്കെ അടച്ചു തീർക്കാനും പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ലോസസ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാനും നമ്മുടെ ആദ്യം വല്ല പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അത് മൂലം അടച്ചു തീർക്കുക, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ക്യാപിറ്റൽ ബാലൻസസ് വഴി പൈസ അടച്ചു തീർക്കുക, അല്ലെങ്കിൽ ലാസ്റ്റ്ലി കോൺട്രിബ്യൂഷൻസ്, പാർട്ട്നേഴ്സിൻ്റെ വല്ല കോൺട്രിബ്യൂഷൻസ് ഉണ്ടായാൽ അതുവഴി നമ്മുടെ ലോസസ് പ്രിവെൻറ്റ് ചെയ്യാൻ നോക്കുക. ഓക്കെ, അടുത്തത് ദ റിയലൈസ്ഡ് അസറ്റ്സ് ആർ ദെൻ ഡിസ്ട്രിബ്യൂട്ടഡ് സീക്വൻ്റ്ലി to pay off external debts, partners loans and finally partners capital accounts. Okay, assets, ബാക്കിയുള്ള റിയലൈസ്ഡ് അസറ്റ്സ് ഇല്ലേ, സെൽ ചെയ്ത അസറ്റ്സ് ആർ ദെൻ ഡിസ്ട്രിബ്യൂട്ടഡ്. ഓക്കെ, വീതിച്ച് കൊടുക്കുകയാണ്, അസറ്റ്സ് ഒക്കെ വീതിച്ച് കൊടുക്കുകയാണ് സീക്വൻ്റ്ലി ടു പേ ഓഫ്. ഓക്കെ, എക്സ്റ്റേണൽ ഡെബ്റ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അടച്ചു തീർക്കാൻ വേണ്ടി നമ്മുടെ അസറ്റ്സ് ഉപയോഗിക്കുകയാണ്. പിന്നെ എന്തെങ്കിലും പാർട്ട്നേഴ്സ് ലോൺ ഉണ്ടെങ്കിൽ അതിനും ഉപയോഗിക്കും. പിന്നെ ഫൈനലി പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്സിലുള്ള എമൗണ്ട് അടയ്ക്കാനും നമ്മുടെ റിയലൈസ്ഡ് അസറ്റ്സ് ഉപയോഗിക്കും. ഓക്കെ, അടുത്ത ചോദ്യം, വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ആൻഡ് ഡിസൊല്യൂഷൻ ഓഫ് ഫേം? ഓക്കെ, ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പും ഫേമും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്, അത് നമ്മൾ നോക്കാൻ പോവാണ്. ഓക്കെ, നമ്മൾ ഡിഫറൻസസിൻ്റെ ബേസിസ് ആദ്യം നോക്കാം. ഓക്കെ, ആദ്യം ബിസിനസ് കണ്ടിന്യൂറ്റി. ഓക്കെ, ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പിലാണെങ്കിൽ ദ ബിസിനസ് കണ്ടിന്യൂസ് ടു ഓപ്പറേറ്റ് അണ്ടർ എ റീകൺസ്റ്റിറ്റ്യൂട്ടഡ് ഓർ ന്യൂ എഗ്രിമെൻറ്റ്. ഒരു ന്യൂ എഗ്രിമെൻറ്റ് കൊണ്ട് ആ ബിസിനസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും, അതിൻ്റെ ഓപ്പറേഷൻസൊക്കെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷേ ഡിസൊല്യൂഷൻ ഓഫ് ഫേമിലാണെങ്കിൽ ഓപ്പറേഷൻസ് എഫക്റ്റ് ചെയ്യും, പിന്നെ അതും കൂടെ ആണെങ്കിൽ ബിസിനസ്സിൻ്റെ ഓപ്പറേഷൻസ് പെർമനൻ്റ് ആയിട്ട് നിർത്തിപ്പോകുന്ന ഒരു പ്രോസസ്സിനെയാണ് ഡിസൊല്യൂഷൻ ഓഫ് ഫേം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആണ്. ഓക്കെ, ബുക്സ് ഓഫ് അക്കൗണ്ട്സിന് ആർ നോട്ട് ക്ലോസ്ഡ്. ഓക്കെ, അക്കൗണ്ടിങ് ബുക്സിന് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പിൻ്റെ അടിയിൽ ക്ലോസ് ചെയ്യുന്നില്ല, പക്ഷേ ഓൺലി അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആർ റീവാല്യൂഡ്. ഓക്കെ, അസറ്റ്സും ലയബിലിറ്റീസിൻ്റെയും എമൗണ്ട് കൂടുകയോ കുറയുകയോ ചെയ്യിപ്പിക്കുന്നതാണ് നമ്മൾ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പിൽ ചെയ്യുക. പക്ഷേ ഡിസൊല്യൂഷൻ ഓഫ് ഫേമിലാണെങ്കിൽ
ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യുന്നുമുണ്ട് ത്രൂ റിയലൈസേഷൻ അക്കൗണ്ട്. റിയലൈസേഷൻ അക്കൗണ്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എല്ലാം ടാലിയാക്കി ക്ലോസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഓക്കെ. പിന്നെ ഇൻവോൾവ്മെൻറ്റ് ഓഫ് കോർട്ടിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഏതിലാണുള്ളത് ഏതിലാണ് ഇല്ലാത്തത് നമുക്ക് നോക്കാം. ഓക്കെ. ആദ്യം ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ്. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പിൽ ഇറ്റ് ഈസ് ഓൾവേസ് വോളണ്ടറി ആൻഡ് ഒക്കേഴ്സ് വിത്തൗട്ട് എനി കോർട്ട് ഇൻ്റർവെൻഷൻ. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പിൽ കോർട്ട് ഇൻ്റർവെൻഷൻ ഒന്നും ഉണ്ടാകത്തില്ല. ഇറ്റ് ഈസ് ഓൾവേസ് വോളണ്ടറി. നമ്മുടെ ഇഷ്ടപ്രകാരം നമുക്ക് ഡിസൊല്യൂഷൻ നടത്താം. ഓക്കെ. പക്ഷേ ഡിസൊല്യൂഷൻ ഓഫ് ഫേമിലാണെങ്കിൽ ഇറ്റ് ക്യാൻ ഹാപ്പൻ വോളണ്ടറി ഓർ ബി ഓർഡേർഡ് കമ്പൽസറി ബൈ എ കോർട്ട്. കോർട്ടിൻ്റെ ഇൻ്റർവെൻഷൻ ഉണ്ടാവും ഡിസൊല്യൂഷൻ ഓഫ് ഫേമിൽ. പക്ഷേ അതിൽ ഒന്നെങ്കിൽ നമ്മുടെ വോളണ്ടറി ആയിട്ട് നമ്മൾ ഡിസൊല്യൂഷൻ നടത്താം, അല്ലെങ്കിൽ നമ്മൾ കോർട്ടിൻ്റെ ഓർഡർ അനുസരിച്ച് നമുക്ക് കമ്പൽസറി ആയിട്ട് നിർത്തിയിട്ട് പോവാം ഫേം. ഓക്കെ. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ ഓർഡർ ഓഫ് സെറ്റിൽമെൻറ്റ് ഓഫ് അക്കൗണ്ട്സ് ഓൺ ഡിസൊല്യൂഷൻ ഓഫ് എ ഫേം. ഓക്കെ. ഈ ചോദ്യം തന്നെ നമ്മളിപ്പോൾ 3 ഭാഗത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. 2 മാർക്ക് ചോദ്യത്തിലും കണ്ടിട്ടുണ്ട്, 1 മാർക്ക് ചോദ്യമായിട്ടും വന്നിട്ടുണ്ട്. ഓക്കെ. അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്, നോക്കി വയ്ക്കുക. ഓക്കെ. ആസ് പെർ സെക്ഷൻ 48 ക്ലോസ് B ഓഫ് ദ ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932, proceeds from the realization of assets must be applied in the following chronological order. ഈ ഓർഡറിലാണ് നമ്മൾ ലാസ്റ്റ് എല്ലാ ഡിസൊല്യൂഷൻ പ്രോസസ്സിനും ഈ ഓർഡറിലാണ് പേ ഓഫ് ചെയ്യേണ്ടത്, ലയബിലിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ. ഓക്കെ. പേയ്മെൻറ്റ് ഓഫ് എക്സ്റ്റേണൽ ഡെപ്റ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. ക്രെഡിറ്റേഴ്സ് പോലെ എന്തെങ്കിലും എക്സ്റ്റേണൽ ലയബിലിറ്റീസ് ഉണ്ടെങ്കിൽ അത് ആദ്യം കൊടുത്തു തീർക്കുക. പിന്നെ വല്ല ലോൺസ് ആൻഡ് അഡ്വാൻസസ്, പാർട്ട്നേഴ്സിന് വല്ല ലോൺസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ കൊടുക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് പേയ്മെൻറ്റ് ഓഫ് ഈച്ച് പാർട്ട്ണർ റിലേറ്റീവ്ലി ഓഫ് വാട്ട് ഈസ് ഡ്യൂ ടു ദെം ഓൺ അക്കൗണ്ട് ഓഫ് ക്യാപിറ്റൽ. ഓരോ പാർട്ട്നേഴ്സിനും ക്യാപിറ്റൽ അക്കൗണ്ടിലുള്ള ഒരു ബാലൻസ് ഉണ്ടാവുമല്ലോ, ആ ബാലൻസ് കൊടുത്തു തീർക്കുക. പിന്നെ distribution of residue if any among the partners in their profit sharing ratio. പാർട്ട്നേഴ്സിൻ്റെ പ്രോഫിറ്റ് ഷെയറിങ് റേഷ്യോയിൽ എന്തെങ്കിലും ബാക്കി ഇരിക്കുന്ന എന്തെങ്കിലും പൈസയോ എന്തെങ്കിലും പ്രോഫിറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൊടുത്തു തീർക്കണം. ഓക്കെ. അടുത്ത ചോദ്യം, വാട്ട് ആർ ദ കണ്ടീഷൻസ് ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് എ ഫേം ബൈ കോർട്ട്? വാട്ട് ആർ ദ ഗ്രൗണ്ട്സ് ഫോർ ദ ഡിസൊല്യൂഷൻ ഓഫ് ഫേം ത്രൂ കോർട്ട്? കോർട്ട് വഴി നമ്മുടെ ഡിസൊല്യൂഷൻ നടത്തുകയാണെങ്കിൽ അതിനുള്ള കണ്ടീഷൻസോ ഗ്രൗണ്ട്സോ ഏതൊക്കെയാണെന്ന് ചോദിക്കുന്നത്. ഓക്കെ. എ കോർട്ട് മേ ഓർഡർ ദ ഡിസൊല്യൂഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഫേം അണ്ടർ സെക്ഷൻ 44 upon a suit filed by a partner of the following grounds. A partner becomes of unsound mind. പറഞ്ഞാൽ പാർട്ട്ണറിന് ഭ്രാന്താവുന്ന ഒരു സിറ്റുവേഷൻ വന്നാൽ, അല്ലെങ്കിൽ അയാൾക്ക് തീരെ വയ്യാത്തൊരവസ്ഥ വരികയാണെങ്കിൽ, പിന്നെ പാർട്ട്ണർ ബിക്കംസ് പെർമനൻ്റ്ലി ഇൻകേപ്പബിൾ ഓഫ് പെർഫോമിങ് ദെയർ ഡ്യൂട്ടീസ് ആസ് എ പാർട്ട്ണർ. ഒരു പാർട്ട്ണറിൻ്റെ ഡ്യൂട്ടീസ് പെർഫോം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഒരു പാർട്ട്ണറിന് വരികയാണെങ്കിൽ അതിനും ഡിസൊല്യൂഷൻ ബൈ കോർട്ടിന് ഉള്ളൊരു കണ്ടീഷനാണ്. ഓക്കെ. അടുത്ത കണ്ടീഷൻ എന്ന് പറയുകയാണെങ്കിൽ പാർട്ട്ണർ ഈസ് ഫൗണ്ട് ഗിൽറ്റി ഓഫ് മിസ്കണ്ടക്ട് ദാറ്റ് അഡ്വേഴ്സ്ലി എഫക്ട്സ് ദ ബിസിനസ്. ബിസിനസ്സിൻ്റെ ഓപ്പറേഷൻസിനെ എഫക്റ്റ് ചെയ്യുന്ന പോലെ ഏതെങ്കിലും പാർട്ട്ണറിന് ഫൗണ്ട് ഗിൽറ്റി ആണെന്ന് തോന്നുകയാണെങ്കിൽ, ഒരു പാർട്ട്ണർ ഗിൽറ്റി ആണെന്ന് തോന്നുകയാണെങ്കിൽ അപ്പം നമുക്ക് ഡിസൊല്യൂഷൻ ബൈ കോർട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ. പിന്നെ അടുത്തത്, പാർട്ട്ണർ persistently or willfully breaches the partnership agreement. പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റ് ഒരാൾ ബ്രീച്ച് ചെയ്യുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ അതിൽ തന്നിരിക്കുന്ന ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് ഒന്നും ഫോളോ ചെയ്യാതെ വരികയാണെങ്കിൽ അപ്പം നമുക്ക് ഡിസൊല്യൂഷൻ ബൈ കോർട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഉള്ളത്, ദ ബിസിനസ് ഓഫ് ദ ഫേം കനോട്ട് ബി ക്യാരിഡ് ഓൺ എക്സെപ്റ്റ് ഫോർ എ ഫൈനാൻഷ്യൽ ലോസ്.
ഒരു ലോസ് നടക്കാൻ പറ്റാതെ ഒരു ബിസിനസ് നടത്തിക്കൊണ്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ വരികയാണെങ്കിൽ. ഓക്കെ, അപ്പം നമുക്ക് ഡിസൊല്യൂഷൻ ബൈ കോർട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. വാട്ട് ആർ ദ കണ്ടീഷൻസ് ഓഫ് കമ്പൽസറി ഡിസൊല്യൂഷൻ ബൈ എ ഫേം ഓഫ് എ ഫേം? ഓക്കെ, a firm is compulsory dissolved under section 41 of the Indian Partnership Act in the following instances. ഈ രണ്ട് സിറ്റുവേഷൻസിലാണ് ഒരു ഫേം കമ്പൽസറി ഡിസോൾവ് ചെയ്യേണ്ടത്. ഓക്കെ, ഇൻസോൾവൻസി, വെൻ ഓൾ പാർട്ട്നേഴ്സ് ഓർ ഓൾ പാർട്ട്നേഴ്സ് എക്സെപ്റ്റ് വൺ ആർ എഡ്യൂക്കേറ്റഡ് ഇൻസോൾവെൻറ്റ് മേക്കിംഗ് ദം ലീഗലി ഇൻകോമ്പിറ്റൻറ്റ് ടു കോൺട്രാക്ട്. കോൺട്രാക്റ്റിന് ഇൻകോമ്പിറ്റൻ്റ് ആക്കും. എങ്ങനെ? ഒരു പാർട്ട്ണർ അല്ലെങ്കിൽ എല്ലാ പാർട്ട്നേഴ്സും അവരുടെ സ്വന്തം ലയബിലിറ്റി അവരുടെ പേഴ്സണൽ അസെറ്റ്സ് വഴിയോ അവർക്ക് അടച്ചു തീർക്കാൻ പറ്റാത്തൊരവസ്ഥ വരികയാണെങ്കിൽ അപ്പോൾ നമ്മൾ കമ്പൽസറി ഡിസൊല്യൂഷൻ ചെയ്യേണ്ടതാണ് ഒരു ഫേമിൻ്റെ. ഓക്കെ, അടുത്തത് അൺലോഫുൾ ബിസിനസ്. ബൈ ദ ഹാപ്പനിങ് ഓഫ് എനി ഇവൻറ്റ് വിച്ച് മേക്സ് ഇറ്റ് അൺലോഫുൾ ഫോർ ദ ബിസിനസ് ഓഫ് ദ ഫേം ടു ബി ക്യാരിഡ് ഓൺ ഓർ ഫോർ ദ പാർട്ട്നേഴ്സ് ടു ക്യാരി ഇറ്റ് ഓൺ ഇൻ പാർട്ട്ണർഷിപ്പ്. എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് ലോഫുൾ ആയിട്ട് നടത്താൻ വേണ്ടിയാണ് പാർട്ട്നേഴ്സ് തുടങ്ങേണ്ടത്, അല്ലാണ്ട് ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ഒരിക്കലും നടത്താൻ പാടില്ല. ഇനി അഥവാ നടത്തിയാൽ തന്നെ അൺലോഫുൾ ബിസിനസ് ആണെങ്കിൽ നമ്മൾ കമ്പൽസറി ഡിസൊല്യൂഷൻ ഓഫ് ദ ഫേം ചെയ്യേണ്ടതാണ്. ഓക്കെ, കമ്പൽസറി ഡിസൊല്യൂഷൻ ചെയ്യേണ്ടതാണ്. അടുത്ത ചോദ്യം, ഹൗ ഡു യു ട്രീറ്റ് ഗുഡ് വിൽ ഓൺ ഡിസൊല്യൂഷൻ ഓഫ് ഫേം? ഡിസൊല്യൂഷൻ സമയത്ത് ഗുഡ് വിൽ എങ്ങനെ ട്രീറ്റ് ചെയ്യേണ്ടത് നമുക്കിന്ന് നോക്കാം. ഓൺ ഡിസൊല്യൂഷൻ ഗുഡ് വിൽ ഈസ് ട്രീറ്റഡ് ജസ്റ്റ് ലൈക്ക് എനി അതർ അസെറ്റ്. ഇഫ് ഗുഡ് വിൽ appears in the balance sheet, it is transferred to the debit side of the realization account at book value. എന്ന് പറഞ്ഞാൽ ഗുഡ് വിൽ ബാലൻസ് ഷീറ്റിലുണ്ടെങ്കിൽ റിയലൈസേഷൻ്റെ ഡെബിറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും അറ്റ് ദ ബുക്ക് വാല്യൂ. ഓൾറെഡി തന്നിരിക്കുന്ന ബുക്ക് വാല്യൂവിൽ ആണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് റിയലൈസേഷൻ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലേക്ക്. ഓക്കെ, ഇഫ് ഇറ്റ് ഈസ് സോൾഡ് ഓർ റിയലൈസസ് എനി വാല്യൂ, ദ റിയലൈസ്ഡ് എമൗണ്ട് ഈസ് ക്രെഡിറ്റഡ് ടു ദ റിയലൈസേഷൻ അക്കൗണ്ട്. ഇനി ഗുഡ് വിൽ വിറ്റു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന പൈസ ഇല്ലേ, അതാണ് റിയലൈസ്ഡ് എമൗണ്ട്. ആ എമൗണ്ട് റിയലൈസേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ റെക്കോർഡ് ചെയ്യും. ഓക്കെ, if it fetches no value, no entry is passed for realization and it is closed through the realization account. Okay, ഇനി ഗുഡ്വില്ലിന് ഒരു വാല്യൂ ഇല്ല എന്ന് നമ്മൾ കണക്കാക്കിയാൽ there is no entry, ഒരു എൻട്രിയും പാസ് ചെയ്യത്തില്ല ഫോർ റിയലൈസേഷൻ. ഓക്കെ, പിന്നെ ഇറ്റ് ഈസ് ക്ലോസ്ഡ് ത്രൂ റിയലൈസേഷൻ അക്കൗണ്ട്. റിയലൈസേഷൻ അക്കൗണ്ടിലാണ് ഇത് ക്ലോസ് ചെയ്യപ്പെടുന്നത്, പക്ഷേ ഒരു എൻട്രി പോലും പാസ് ചെയ്യത്തില്ല. ഓക്കെ, അടുത്തത് കോംപ്രഹെൻസീവ് essay questions 4 മാർക്ക് ഈച്ച്. 4 മാർക്ക് ചോദ്യങ്ങളാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഫേം? ഏതൊക്കെ വഴിയിലാണ് ഒരു ഫേം ഡിസൊല്യൂട്ട് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് നോക്കാം. ആദ്യത്തെ ടൈപ്പ് എന്ന് പറയുമ്പോൾ ഡിസൊല്യൂഷൻ ബൈ മ്യൂച്വൽ എഗ്രിമെൻറ്റ്. ഒരു മ്യൂച്വൽ എഗ്രിമെൻ്റ് വഴി എപ്പോൾ വേണമെങ്കിലും പാർട്ട്നേഴ്സിൻ്റെ കൺസെൻറ്റ് അനുസരിച്ച് നമുക്ക് ഡിസൊല്യൂഷൻ നടത്താൻ പറ്റുന്നതാണ്. ഓക്കെ, പിന്നെ കമ്പൽസറി ഡിസൊല്യൂഷൻ, ഓട്ടോമാറ്റിക്കലി ഓൾ ദ പാർട്ട്നേഴ്സ് ബിക്കം ഇൻസോൾവെൻറ്റ് ഓർ ഇഫ് ദ ഇവൻറ്റ് റെൻഡേഴ്സ് ദ ബിസിനസ് അൺലോഫുൾ. ബിസിനസ് അൺലോഫുൾ ആയിട്ടുള്ള ഓപ്പറേഷൻസ് ഉണ്ടായാൽ, ബിസിനസ്സിൽ അൺലോഫുൾ ആയിട്ട് ഓപ്പറേഷൻസ് നടത്തിയാലോ, പിന്നെ ഏതെങ്കിലും ഒരു പാർട്ട്ണർ അല്ലെങ്കിൽ എല്ലാ പാർട്ട്നേഴ്സും ഇൻസോൾവെൻ്റ് ആയാലും നമുക്ക് കമ്പൽസറി ഡിസൊല്യൂഷൻ നടത്താവുന്നതാണ്. ഓക്കെ, പിന്നെ ഡിസൊല്യൂഷൻ ഓൺ ദ ഹാപ്പനിങ് ഓഫ് സർട്ടൻ കണ്ടിൻജൻസീസ്, സെക്ഷൻ 42. ഓക്കെ, സബ്ജക്റ്റ് ടു എ കോൺട്രാക്ട്, എ ഫേം ഈസ് ഡിസോൾവ്ഡ് ബൈ എക്സ്പയറി ഓഫ് എ ഫിക്സ്ഡ് ടേം, completion of a specific venture, death of a partner or ഇൻസോൾവൻസി ഓഫ് എ പാർട്ട്ണർ. ഓക്കെ, എന്തെങ്കിലും ഒരു സംഭവം നടക്കുന്നതിന് ബേസ് ചെയ്തിട്ട് നമുക്ക് ഡിസൊല്യൂഷൻ നടത്താം.
എന്തൊക്കെ നടക്കണം? ലൈക്ക് എ ഫേം ഈസ് ഡിസോൾവ് ബൈ എക്സ്പയറി ഓഫ് എ ഫിക്സ്ഡ് ടേം. ഏതെങ്കിലും ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ളൊരു ടേം ഫിക്സ് ചെയ്താൽ ആ ഫിക്സ്ഡ് ടേം കഴിഞ്ഞ് ആ എക്സ്പയറി ആയാലും പിന്നെ എന്തിനാണോ ആ ഫോം ചെയ്തത് അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലോ, പിന്നെ ഏതെങ്കിലും ഒരു പാർട്ട്ണർ ഇൻസോൾവെൻ്റ് ആയാലും ഇൻസോൾവൻസി ഓഫ് എ പാർട്ട്ണർ കാരണവും നമുക്ക് ഡിസൊല്യൂഷൻ ചെയ്യാവുന്നതാണ്. ഓക്കെ. അടുത്തത് ഡിസൊല്യൂഷൻ ബൈ നോട്ടീസ്. ഒരു വില്ലുള്ള അല്ലെങ്കിൽ ഒരു റിട്ടേൺ ഡോക്യുമെൻ്റ് ഉള്ള പാർട്ട്ണർഷിപ്പ്, റിട്ടേൺ അഗ്രിമെൻ്റ് ഉള്ള പാർട്ട്ണർഷിപ്പ് ആണെങ്കിൽ ഒരു റിട്ടേൺ നോട്ടീസ്, ഒരു പാർട്ട്ണർ ബാക്കി എല്ലാ പാർട്ട്നേഴ്സിനും നോട്ടീസ് കൊടുത്തുകൊണ്ട് നമുക്ക് ഡിസൊല്യൂഷൻ ചെയ്യാവുന്നതാണ്. ഓക്കെ. പിന്നെ അടുത്തത് ഡിസൊല്യൂഷൻ ബൈ കോർട്ട് ഇൻ്റർവെൻഷൻ കൊണ്ട് തന്നെ നമുക്ക് ഡിസൊല്യൂഷൻ ചെയ്യാവുന്നതാണ് ഒരു ഫേമിന്. ഓക്കെ. ഓർഡേർഡ് ഓൺ ഗ്രൗണ്ട്സ്. എന്തൊക്കെ ഗ്രൗണ്ട്സിനാണ് നമ്മൾ നമ്മുടെ കോർട്ട് ഓർഡർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇൻസാനിറ്റി, മനസ്സിലായോ? ഒരാൾക്ക് അല്ലെങ്കിൽ ചില പാർട്ട്നേഴ്സിന് ഭ്രാന്തായി പോകുന്ന സമയത്തിലും, പിന്നെ പെർമനൻറ്റ് ഇൻകപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ സ്വന്തം ഡ്യൂട്ടീസ് ഒന്നും നടത്തിക്കൊണ്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോഴും, പിന്നെ മിസ്കണ്ടക്റ്റ്, എന്തെങ്കിലും ഒരു സ്പെസിഫിക് ലോ അല്ലെങ്കിൽ സ്പെസിഫിക് ഒരു പ്രൊവിഷൻ ബ്രീച്ച് ചെയ്തിട്ട്, എഗ്രിമെൻറ്റിൽ എഴുതിയിരിക്കുന്ന സ്പെസിഫിക് പ്രൊവിഷൻ ബ്രീച്ച് ചെയ്തിട്ട് ഒരു പാർട്ട്ണർ ബിസിനസ് നടത്തുകയാണെങ്കിലോ, പിന്നെ പെർസിസ്റ്റൻറ്റ് ബ്രീച്ച്, അത് ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ഒരു സ്പെസിഫിക് ടേം ഇല്ലാണ്ടാക്കുക അല്ലെങ്കിൽ അതിനെ ഫോളോ ചെയ്യാതിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ, പിന്നെ കണ്ടിന്യൂസ് ഫൈനാൻഷ്യൽ ലോസസ്, എല്ലാ സമയത്തും ഫൈനാൻഷ്യൽ ലോസ് ഉണ്ടാവുകയാണെങ്കിലോ നമുക്ക് ഡിസൊല്യൂഷൻ ബൈ കോർട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ. അടുത്തത് നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ സിസ്റ്റമാറ്റിക് സ്റ്റെപ്സ് ഇൻ ദ ഡിസൊല്യൂഷൻ പ്രോസസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം. ഡിസൊല്യൂഷൻ പ്രോസസ്സ് ഏതാണെന്ന് നോക്കാം. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമുക്ക് എക്സ്പ്ലനേഷൻ നോക്കാം. ഓക്കെ. ഓപ്പണിംഗ് ദ റിയലൈസേഷൻ അക്കൗണ്ട്. ട്രാൻസ്ഫർ ഓൾ ബുക്ക് അസറ്റ്സ് to the debit side of the realization account. Transfer all outside liabilities to the credit side of the realization account. Okay. എല്ലാ അസറ്റ്സും എല്ലാ ലയബിലിറ്റീസും ബാലൻസ് ഷീറ്റിൽ നിന്ന് റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ബ്രോഡ് ഡൗൺ ചെയ്യേണ്ടതാണ്. അങ്ങനെ തന്നെ നമ്മൾ റിയലൈസേഷൻ ഓപ്പൺ ചെയ്യും. ഓക്കെ. റിയലൈസേഷൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ റിയലൈസേഷൻ ഓഫ് അസറ്റ്സ് വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യുക. വാങ്ങുകയല്ല, വിൽക്കുക ചെയ്യുക. ഓക്കെ. ഉള്ള അസറ്റ്സ് എല്ലാം വിറ്റ് കളയുക. അപ്പം നമുക്ക് പൈസ കിട്ടുമല്ലോ, ആ പൈസ നമ്മൾ പാർട്ട്നേഴ്സിന് വീതിച്ചു കൊടുക്കേണ്ടതാണ്. ഓക്കെ. പിന്നെ വല്ല അസറ്റ് ടേക്കൺ ഓവർ ബൈ പാർട്ട്ണർ ആണെങ്കിൽ, ഏതെങ്കിലും ഒരു പാർട്ട്ണർ ഒരു അസറ്റ് എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ ഡെബിറ്റ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ എഴുതുകയാണ്. ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് റെക്കോർഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ. പിന്നെ അടുത്തത് സെറ്റിൽമെൻറ്റ് ഓഫ് ലയബിലിറ്റീസ് കൊടുത്ത് തീർക്കുക. ഓക്കെ. record the cash payment made to discharge outside liabilities on the debit side of the realization account. Realization account debit side le to bank അല്ലെങ്കിൽ to cash എന്ന് പറഞ്ഞ് റെക്കോർഡ് ചെയ്യേണ്ടതാണ്. ഓക്കെ. ലയബിലിറ്റീസ് പേ ചെയ്യുമ്പോൾ. ഓക്കെ. പിന്നെ അടുത്ത് ക്ലോസിങ് ദ റിയലൈസേഷൻ അക്കൗണ്ട് ക്ലോസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മളിങ്ങനെ ബാലൻസ് ചെയ്യത്തില്ലേ, ഒരു അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ പ്രോഫിറ്റ് കിട്ടും അല്ലെങ്കിൽ ലോസ് കിട്ടും. ആ പ്രോഫിറ്റ് ആണെങ്കിൽ പ്രോഫിറ്റ് നമ്മൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ വീതിച്ച് കൊടുക്കേണ്ടത്, അതായത് ലോസ് ആണെങ്കിൽ ലോസ് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ വീതിച്ച് കൊടുക്കേണ്ടതാണ്. ഓക്കെ. പിന്നെ അടുത്തത് ഫൈനൽ സെറ്റിൽമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ അക്കൗണ്ട്. ക്ലോസ് ദ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. പാർട്ട്നേഴ്സ് വിത്ത് ക്രെഡിറ്റ് ബാലൻസസ് ആർ പെയ്ഡ് ഓഫ് ക്യാഷ് ആൻഡ് പാർട്ട്നേഴ്സ് വിത്ത് ഡെബിറ്റ് ബാലൻസസ് ബ്രിങ് ഇൻ ക്യാഷ്. ഓക്കെ. ക്രെഡിറ്റ് ബാലൻസ് ഉള്ള പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഫൈനൽ ബാലൻസ് ക്രെഡിറ്റ് ബാലൻസ് വരികയാണെങ്കിൽ ആ പാർട്ട്നേഴ്സിന് ക്യാഷ് കൊടുത്തു വിടേണ്ടതാണ്. മറ്റേ പാർട്ട്നേഴ്സിന് ഡെബിറ്റ് ബാലൻസ് വരികയാണെങ്കിൽ, ഡെബിറ്റ് ക്യാപിറ്റൽ ബാലൻസ് വരികയാണെങ്കിൽ അവരൊക്കെ ക്യാഷ് ഫേമിലേക്ക് കൊണ്ടുവരാനുള്ളത്, മനസ്സിലായി, ബ്രിങ് ഇൻ ക്യാഷ്. ഓക്കെ. അടുത്തത് വാട്ട് ഈസ് ദ ഗാർണർ വേഴ്സസ് മുറേ ഡിസിഷൻ ആൻഡ് വാട്ട് ആർ ഇറ്റ്സ് കോർ പാരാമീറ്റേഴ്സ്. ദ ലാൻഡ്മാർക്ക് ലീഗൽ റൂളിംഗ് ഓഫ് Garner vs. Murray 1904
is a foundational cornerstone in partnership accounting. It provides a distinct legal framework for addressing a capital deficiency arising from the insolvency of a partner when there are 3 or more partners in a firm. ഗാർണർ വേഴ്സസ് മുറേ ഡിസിഷൻ എന്ന് പറയുകയാണെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് ക്യാപിറ്റൽ ഡെഫിഷ്യൻസി അതിൽ സ്റ്റേറ്റ് ചെയ്യുന്നുണ്ട്. എങ്ങനത്തെ ഡെഫിഷ്യൻസിയാണ്? റൈസിങ് ഫ്രം ദ ഇൻസോൾവൻസി ഓഫ് എ പാർട്ട്ണർ. ഒരു പാർട്ട്ണറിന് അവരുടെ ലയബിലിറ്റി കൊടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ, അങ്ങനത്തെ ഒരവസ്ഥ വരുമ്പോൾ ആ ഇൻസോൾവൻറ്റ് പാർട്ട്ണർ ഉണ്ടാവുന്ന ലോസുകൾ എങ്ങനെ വേണം ബാക്കി സോൾവൻറ്റ് പാർട്ട്നേഴ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം എന്ന് പറയുന്ന ഒരു ലാൻഡ്മാർക്ക് ജഡ്ജ്മെൻ്റ് ആണ് ഗാർണർ വേഴ്സസ് മുറേ. ഓക്കെ, നമുക്ക് ഇനി നോക്കാം. ലാൻഡ്മാർക്ക് ഡിസിഷൻ റൂളിംഗ് നമുക്കിനി നോക്കാം. ഓക്കെ, ദ അൾട്ടിമേറ്റ് ഡിസിഷൻ മാൻഡേറ്റ്സ് ദാറ്റ് എ ക്യാപിറ്റൽ ഡെഫിഷ്യൻസി, ക്യാപിറ്റലുള്ള കുറവ് ഡ്യൂ ടു ദ ഇൻസോൾവൻസി ഓഫ് എ പാർട്ട്ണർ മസ്റ്റ് ബി ബോൺ എക്സ്ക്ലൂസീവ്ലി ബൈ ദ സർവൈവിങ് സോൾവൻറ്റ് പാർട്ട്നേഴ്സ്. ഓക്കെ, ക്യാപിറ്റൽ ഡെഫിഷ്യൻസി വല്ലതും ഉണ്ടെങ്കിൽ ഇൻസോൾവൻറ്റ് പാർട്ട്ണറിൻ്റെ ലോസ് ബാക്കി എല്ലാ സോൾവൻറ്റ് പാർട്ട്നേഴ്സിനും ക്യാപിറ്റൽ റേഷ്യോയിൽ ഇറ്റ് മസ്റ്റ് ബി ഇൻ ദ ക്യാപിറ്റൽ റെസ്പെക്റ്റീവ് ക്യാപിറ്റൽ റേഷ്യോ. ഓക്കെ, മസ്റ്റ് ബി ബോൺ ബൈ ദ സോൾവൻറ്റ് പാർട്ട്നേഴ്സ്. ബാക്കി എല്ലാ പാർട്ട്നേഴ്സിനും ഒരു റെസ്പെക്റ്റീവ് ക്യാപിറ്റൽ റേഷ്യോയിൽ ആ ലോസ് ബെയർ ചെയ്യണം. ഓക്കെ, ആ ലോസ് അവർ സഹിക്കണം ബാക്കിയുള്ളവരും. ഓക്കെ, അതാണ് ആ ലാൻഡ്മാർക്ക് ഡിസിഷൻ. ഇനി അതിൻ്റെ ഓരോ പാരാമീറ്റേഴ്സ് നമുക്ക് നോക്കാം. കീ പാരാമീറ്റേഴ്സ്. ആപ്ലിക്കബിലിറ്റി. The rule only takes effect if there are at least 3 partners, at least one partner is solvent with a credit balance, and at least one partner becomes legally insolvent with a capital deficiency. 3 പാർട്ട്നേഴ്സ്, ഒരു പാർട്ട്ണർഷിപ്പിൽ 3 പാർട്ട്നേഴ്സ് ഉള്ള കേസസ് മാത്രമേ ആപ്ലിക്കബിൾ ആവത്തുള്ളൂ ഈ റൂള്. ഓക്കെ, പിന്നെ അതിൽ ഏതെങ്കിലും ഒരാൾ സോൾവൻറ്റും ഒരാൾ ഇൻസോൾവൻറ്റും ആയിരിക്കണം. അറ്റ്ലീസ്റ്റ് 1 പാർട്ട്ണർ സോൾവൻറ്റ് ആൻഡ് അൺലീസ്റ്റ് 1 പാർട്ട്ണർ ഇൻസോൾവൻറ്റും ആയിരിക്കണം. പിന്നെ നേച്ചർ ഓഫ് ലോസ്. ഇറ്റ് ക്ലിയർലി demarcates a strict separation between a loss arising on the realization of assets and a partner's deficiency due to bankruptcy. ഓക്കെ, ഇത് ലോസ് തമ്മിലുള്ള വ്യത്യാസം കാണിക്കുന്നുണ്ട്. 2 ടൈപ്പ് ഓഫ് ലോസസ് ഉണ്ടാവാം. ഒന്നെങ്കിൽ റിയലൈസേഷൻ ഓഫ് അസറ്റ്സിൽ ലോസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ബാങ്ക്രപ്സി, പാപ്പരായി പോകുന്ന അവസ്ഥയിലുണ്ടാവുന്ന ലോസുകളും ആവാം. ഓക്കെ, ആ ലോസുകൾ തമ്മിലുള്ള വ്യത്യാസം കാണിക്കുന്നുണ്ട് ഈ റൂളിൽ. അടുത്തത് സോൾവൻറ്റ് പാർട്ട്നേഴ്സ് വിത്ത് ഡെബിറ്റ് ബാലൻസസ്. If a solvent partner happens to have a debit capital balance standing prior to dissolution, they are exempt from sharing the insolvent partner's capital deficiency. അങ്ങനെ ഒരു സോൾവൻറ്റ് പാർട്ട്ണർ വിത്ത് എ ഡെബിറ്റ് ബാലൻസ് ഉള്ളൊരു സോൾവൻറ്റ് പാർട്ട്ണർ ഒരു പാർട്ട്ണർഷിപ്പിലുണ്ടെങ്കിൽ അയാൾക്ക് ലോസിൻ്റെ ഷെയർ ഉണ്ടാവുന്നതല്ല, അയാൾ എക്സംപ്റ്റഡ് ആയിരിക്കും. ഓക്കെ, അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഗിവ് ദ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഓഫ് ദ ഗാർണർ വേഴ്സസ് മുറേ കേസ് ആൻഡ് ഇറ്റ്സ് പ്രാക്ടിക്കൽ അക്കൗണ്ടിംഗ് ആപ്ലിക്കേഷൻ. ഓക്കെ, the following 2 fundamental accounting rules must be executed. ഓക്കെ, അക്കൗണ്ടിങ് വഴിയുള്ള റൂളുകൾ അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. Solvent partners must contribute realization loss in cash. All solvent partners must bring in hard cash equal to their respective shares of the ordinary loss calculated on the realization account. Okay, എല്ലാ സോൾവൻറ്റ് പാർട്ട്നേഴ്സും അവരുടെ ഷെയർ റെസ്പെക്റ്റീവ് ഷെയർ ഓഫ് ദ ഓർഡിനറി ലോസ് ഉണ്ടായ എമൗണ്ടിന് പറ്റിയ അത്ര ഷെയർ ഓഫ് ക്യാഷ് എല്ലാ സോൾവൻറ്റ് പാർട്ട്നേഴ്സും കൊണ്ടുവന്നിരിക്കണം. ഓക്കെ, പിന്നെ റൂൾ നമ്പർ 2, apportionating the capital deficiency. The remaining uncollectible debit capital balances of insolvent partners
ഈസ് ട്രീറ്റഡ് ആസ് പ്യുവർ ക്യാപിറ്റൽ ലോസ്. ഓക്കെ, ബാക്കി ഏതെങ്കിലും അൺകളക്റ്റബിൾ ക്യാപിറ്റൽ ഡെബിറ്റ് ബാലൻസസ് ഉണ്ടെങ്കിൽ അതെല്ലാം ക്യാപിറ്റൽ ലോസ് ആയിട്ട് കണക്കാക്കപ്പെടും. ഓക്കെ, പിന്നെ അടുത്തത് ഡിറ്റർമിനിങ് ദ ക്യാപിറ്റൽ റേഷ്യോ ഫോർ അപ്പോർഷൻമെൻറ്റ്. ഓക്കെ, ക്യാപിറ്റൽ റേഷ്യോ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ക്യാപിറ്റൽ റേഷ്യോ രണ്ട് മെത്തേഡ് വഴി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡ്, പിന്നെ ഉള്ള മെത്തേഡ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. ഓക്കെ, ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡിൽ ക്യാപിറ്റൽ ബാലൻസസ് ഒരിക്കലും മാറാൻ പോകുന്നില്ല. നോ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ടു ദ കറണ്ട് അക്കൗണ്ട് ഡ്രോയിങ്സ്. ഓക്കെ, കറണ്ട് അക്കൗണ്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ കറണ്ട് അക്കൗണ്ടിൽ ബാക്കി എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ്സും റെക്കോർഡ് ചെയ്യപ്പെടും. പക്ഷേ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്യാപിറ്റൽ ബാലൻസസ് ഒരിക്കലും മാറാൻ പോകുന്നില്ല. പിന്നെ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. ഓക്കെ, ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രമേ ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാ ട്രാൻസാക്ഷൻസും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും സാലറിയും എല്ലാം വരുന്ന ഒരു അക്കൗണ്ട് ആയിരിക്കും ക്യാപിറ്റൽ അക്കൗണ്ട്. ഈ മെത്തേഡിൻ്റെ അടിയിൽ ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. ഇതിലടിയിൽ കറണ്ട് അക്കൗണ്ട് ഒരിക്കലും ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ ബാലൻസസ് മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, പിന്നെ mention the order of settlement of claims on dissolution of a firm under section 48. Order of settlement, നമ്മൾ പൈസ ലാസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ ക്യാഷ് ബാലൻസ് നമ്മൾ എങ്ങനെയൊക്കെ കൊടുത്ത് തീർക്കണം എന്ന് പറഞ്ഞുള്ള ഓർഡർ ഉണ്ട്. ആ ഓർഡർ എങ്ങനെയാണെന്ന് നമുക്കിനി ഡീറ്റെയിൽഡായിട്ട് നോക്കാം. ഓക്കെ, പാർട്ട് എ, ട്രീറ്റ്മെൻറ്റ് ആൻഡ് സെറ്റിൽമെൻറ്റ് ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് ലോസസ്. ഓക്കെ, ഔട്ട്സ്റ്റാൻഡിങ് ലോസസ്, എന്തെങ്കിലും ലോസസ് ഉണ്ടെങ്കിൽ അതിനുള്ള സെറ്റിൽമെൻറ്റും ട്രീറ്റ്മെൻറ്റും നമ്മൾ പാർട്ട് എയിൽ നോക്കാൻ പോകുന്നു. ഓക്കെ, ആദ്യം നമ്മൾ പ്രോഫിറ്റ്സ്, ബിസിനസ്സിലുള്ള പ്രോഫിറ്റ്സ് വഴി നമ്മൾ പേ ഓഫ് ചെയ്യാൻ നോക്കും. വല്ല ലയബിലിറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പേ ഓഫ് ചെയ്യാൻ നോക്കും. അല്ലെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ട് കോൺട്രിബ്യൂഷൻ, ഓരോ പാർട്ട്ണറിനും ഓരോ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ഉണ്ടാകും. ആ ക്യാപിറ്റൽ വഴി പേ ഓഫ് ചെയ്യാൻ നോക്കും. പിന്നെ അതിലും പറ്റിയില്ലെങ്കിൽ അടുത്തത് എനി ലോസ് റിമെയിൻസ് അൺഅലോക്കേറ്റഡ്. എന്തെങ്കിലും അൺഅലോക്കേറ്റഡ് ലോസസ് ഉണ്ടെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി കോൺട്രിബ്യൂട്ടഡ് ഇൻഡിവിജ്വലി ബൈ ദ പാർട്ട്നേഴ്സ് ഔട്ട് ഓഫ് ദെയർ പേഴ്സണൽ അസറ്റ്സ് ഓർ പ്രോപ്പർട്ടീസ്. ഓരോ പാർട്ട്നേഴ്സിൻ്റെ പേഴ്സണൽ അസറ്റ്സ് വഴി ഇൻ ദർ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കോൺട്രിബ്യൂട്ട് ചെയ്യണം. പിന്നെ എന്തെങ്കിലും ലോസസ് ഉണ്ടെങ്കിൽ അത് കൊടുത്തു തീർക്കാൻ വേണ്ടി. ഓക്കെ, പിന്നെ പാർട്ട് ബി, സ്ട്രിക്റ്റ് സീക്വൻസ് ഓഫ് ദി ആപ്ലിക്കേഷൻ ഓഫ് റിയലൈസ്ഡ് അസറ്റ്സ്. ഓക്കെ, അസറ്റ്സ് റിയലൈസേഷൻ ഓഫ് അസറ്റ്സ് എങ്ങനെയാണ് ഓർഡർ വൈസ് നടത്തുന്നത് നമുക്കിനി നോക്കാം. ആദ്യത്തെ പ്രയോറിറ്റി എക്സ്റ്റേണൽ ഡെപ്റ്റ്സ് ടു തേർഡ് പാർട്ടീസ്. ക്രെഡിറ്റേഴ്സ് പോലെ ഏതെങ്കിലും ലയബിലിറ്റി, എക്സ്റ്റേണൽ ലയബിലിറ്റി നമുക്കുണ്ടെങ്കിൽ ആ ലയബിലിറ്റീസ് ആദ്യം നമ്മൾ കൊടുത്തു തീർക്കാൻ നോക്കണം. പിന്നെ രണ്ടാമത്തെ പ്രയോറിറ്റി എന്ന് പറയുന്നത് പാർട്ട്നേഴ്സ് ലോൺസ് ആൻഡ് അഡ്വാൻസസ്. പാർട്ട്ണറിൻ്റെ ലോണോ അഡ്വാൻസസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു പാർട്ട്ണർ ലോൺസ് ആൻഡ് അഡ്വാൻസസ് ഉണ്ടെങ്കിൽ അത് കൊടുത്ത് തീർക്കണം. പിന്നെ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്സ്, പാർട്ട്ണറിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട്സുള്ള ഓരോ ബാലൻസസ് ഉണ്ടാവുമല്ലോ ലാസ്റ്റ്, ആ ബാലൻസസ് നമ്മൾ കൊടുത്ത് തീർക്കാൻ നോക്കണം. പിന്നെ നാലാമത്തെ പ്രയോറിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റെസിഡ്യൂ സർപ്ലസ്. ഇതൊക്കെ പേ ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള വല്ല ക്യാഷ് ഉണ്ടെങ്കിൽ അത് പാർട്ട്നേഴ്സിന് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഈ വീഡിയോയിൽ ഞാൻ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സാണ് ഡിസ്കസ് ചെയ്തത്. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഇട്ടാൽ മതി, ഞാൻ റിപ്ലൈ ചെയ്തോളാം. അടുത്ത വീഡിയോയിൽ ഞാൻ ഈ ചാപ്റ്ററിൻ്റെ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. താങ്ക് യു.